സന്ധ്യയ്ക്ക് സമയം നോക്കാതെ നിലവിളക്ക് കത്തിക്കുന്നവരാണ് നമ്മളിൽ പലരും അല്ലേ. അതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ കൃത്യസമയം കൂടി നോക്കുന്നത് നല്ലതാണ്. അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണല്ലോ നിലവിളക്ക്. അതുകൊണ്ട് തന്നെയാണ് നിത്യവും നമ്മുടെ വീട്ടിൽ വിളക്ക് വയ്ക്കുകയും ചെയ്യുന്നത്. ചില ആളുകളാണെങ്കിൽ വൈകുന്നേരം മാത്രമേ നിലവിളക്ക് കത്തിക്കാറുള്ളൂ. ചില വീടുകളിൽ രാവിലെയും വൈകുന്നേരവും. അത് നമ്മളുടെ ഇഷ്ടമാണ്. രാവിലെയും വൈകുന്നേരവും നിർബന്ധമായിട്ട് വെക്കണം എന്നില്ല. വൈകുന്നേരമാണെങ്കിൽ ആ ഒരു തമസ് വരുന്ന സമയം, അതായത് ഇരുട്ടാണ് ഉദ്ദേശിക്കുന്നത്, തമസ് നീങ്ങാൻ വേണ്ടിയിട്ട് നിലവിളക്ക് കത്തിക്കുന്നു. അതായത് വെളിച്ചം പകരുന്നു എന്നാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. ദൈവങ്ങളുടെ പ്രതീകമായിട്ടാണ് നമ്മൾ ഈ വിളക്കിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ മനഃശുദ്ധിയോടും ശരീരശുദ്ധിയോടും കൂടി മാത്രമേ വിളക്ക് കൊളുത്താൻ പാടുള്ളൂ. ഈ നിലവിളക്ക് ഡെയിലി കത്തിക്കുന്നത് കൊണ്ട് ശത്രുദോഷങ്ങളെയൊക്കെ അകറ്റുകയും സമ്പദ് സമൃദ്ധിയൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നേടാൻ എപ്പോഴാണ് വിളക്ക് കൊളുത്തേണ്ടതെന്ന് കൂടി നോക്കാം. സമയം നോക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ രാവിലെ വിളക്ക് കത്തിക്കണമെങ്കിൽ സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾക്ക് വിളക്ക് കത്തിക്കാം. അതേപോലെ വൈകുന്നേരമാണെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടും വിളക്ക് കത്തിക്കാം. നിലവിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് തുളസിയുടെ വെള്ളം, അതായത് തുളസിയിലയിട്ട വെള്ളം തളിച്ചിട്ടേ കൊളുത്താൻ പാടുള്ളൂ എന്നൊരു വിശ്വാസമുണ്ട്. രാവിലെ കിഴക്കിന് അഭിമുഖമായിട്ട് വേണം വിളക്ക്, അതായത് കിഴക്കോട്ടായിരിക്കണം വിളക്ക് കത്തിക്കേണ്ട ദിശ. വൈകിട്ട് പടിഞ്ഞാറ് ദിക്കിലേക്ക് നോക്കിയിട്ട് വേണം വിളക്ക് കൊളുത്തേണ്ടത്. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കടബാധ്യത പോലെയുള്ള ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. മാത്രവുമല്ല സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് വർധനവുണ്ടാവും. വിളക്ക് കൊളുത്തുമ്പോൾ ശുദ്ധമായിട്ടുള്ള എണ്ണ വേണം ഉപയോഗിക്കേണ്ടത്. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കാനും സമ്പത്ത് വർദ്ധിക്കാനും വെള്ളിയാഴ്ച ദിവസം എണ്ണയിൽ ഒരു ഏലയ്ക്ക കൂടി ഇട്ട ശേഷം വിളക്ക് കൊളുത്തുന്നതും നല്ലതാണ്. നിലവിളക്ക് നമ്മൾ ഒരിക്കലും ഊതിക്കെടുത്താൻ പാടില്ല. കരിന്തിരി എരിയുന്നത് അത്ര ശുഭകരമല്ല. നമുക്ക് പൂവ് വെച്ചിട്ടൊക്കെ വേണമെങ്കിൽ വിളക്ക് കെടുത്താവുന്നതാണ്. വൈകുന്നേരം വിളക്ക് തെളിയിക്കുമ്പോൾ വീടിൻ്റെ വടക്കേ വാതിൽ അടച്ചിടണം എന്നൊരു വിശ്വാസമുണ്ട്. അതുപോലെ വിളക്ക് വെറും നിലത്ത് വെക്കരുത്, ഒരു തളികയിൽ വേണം വിളക്ക് വെക്കേണ്ടത്. തീപ്പെട്ടിയും മറ്റും വിളക്ക് തെളിയിക്കാൻ ഉപയോഗിക്കാറുണ്ടെങ്കിലും കൊടിവിളക്കിലേക്ക് ഒരു തിരിയിട്ട് അതിൽ നിന്നും വിളക്ക് തെളിയിക്കുന്നതാണ് നല്ലത്. വീട്ടിൽ പെട്ടെന്ന് ഐശ്വര്യം വരാനായിട്ട് വിഷു, കാർത്തിക വിളക്ക്, ദീപാവലി എന്നീ വിശേഷ ദിവസങ്ങളിൽ മൺചിരാത് കൊണ്ട് അലങ്കരിക്കുന്നതും നല്ലതാണ്. ദീപം കത്തിത്തീരുന്നതിന് മുമ്പ് കെടുത്തുന്നവരുണ്ട്, അല്ലെങ്കിൽ സ്വയം കെടട്ടേന്ന് കരുതുന്നുണ്ട്. എന്ത് തന്നെയായാലും ദീപം ഊതിക്കെടുത്താൻ പാടില്ല. കരിന്തിരി കത്തരുത് എന്നുള്ളവർക്ക് എണ്ണ ജ്വാലയിൽ വീഴ്ത്തിയ തിരിയോ എണ്ണയിലേക്ക് വലിച്ചു നീട്ടിയോ കെടുത്താവുന്നതാണ്. നമശിവായ ജപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സർവേശ്വര മന്ത്രമൊക്കെ ജപിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വിളക്ക് കത്തിക്കാം. അത് കുറച്ചും കൂടി ഐശ്വര്യം തരുന്നതാണ്. അപ്പോൾ സമയം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഉദയാസ്തമന സമയം, അതായത് സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പും അസ്തമിക്കുന്നതിന് തൊട്ട് മുമ്പുമാണ് നമ്മൾ വിളക്ക് കത്തിക്കേണ്ടത്. അത് ഓരോ മാസങ്ങളിലും വ്യത്യാസം വരും ആ സമയം. അതുകൊണ്ട് അതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ കാര്യം ചെയ്യേണ്ടത്.